സ്വിറ്റ്സർലൻഡിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഐൻസീഡൽ ബെനഡിക്റ്റൻ ആശ്രമം സീറോ മലബാർ സമൂഹത്തിന്റെ വാർഷിക മഹാതീർത്ഥാടനത്തിന് വേദിയായി. രാജ്യത്തിന്റെ വിവിധ കാന്റണുകളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ കുടുംബസമേതം പങ്കെടുത്ത ഈ മഹാസംഗമം വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മീയ പാരമ്പര്യത്തിന്റെയും ഉജ്ജ്വല സാക്ഷ്യമായി മാറി. ദിവ്യകാരുണ്യ ആരാധനയോടെയാണ് തീർത്ഥാടന പരിപാടികൾ ആരംഭിച്ചത്. പിന്നീട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷപൂർവമായ വിശുദ്ധ കുർബാനയെ അർപ്പിച്ചു. യൂറോപ്പിലെ സീറോ മലബാർ സഭയുടെ അപ്പസ്തോലിക് വിസിറ്റർ മാർ സ്റ്റീഫൻ ചുരപ്പണത്ത് സഹകാർമ്മികനായിരുന്നു. തീർത്ഥാടനത്തിൽ സ്വിറ്റ്സർലൻഡിലെ പ്രമുഖ കർദിനാളും വത്തിക്കാനിലെ ക്രൈസ്തവ ഐക്യത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റുമായിരുന്ന കർദിനാൾ കോട്ട്കോഫ്, സ്വിസ് ബിഷപ്പ് കോൺഫറൻസിന്റെ കുടിയേറ്റ പാസ്റ്റർ വിഭാഗമായ മൈഗ്രാറ്റോയുടെ നാഷണൽ ഡയറക്ടർ ഇസബെൽ വാസ്ക്വേസ്, ഉക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ വൈദികനായ ഫാദർ താരാസ് ഓവ്സിയാനിക് എന്നിവരും സന്നിഹിതരായിരുന്നു. കൂടാതെ ഐൻസീഡൻ ബെനഡിക്റ്റ് ആശ്രമത്തിന്റെ ആപട്ടായ അർബൻ ഫെഡറർ OSB തീർത്ഥാടകരെ സ്വാഗതം ചെയ്യുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ദേശീയ സീറോ മലബാർ സമൂഹത്തിന്റെ നാഷണൽ കോർഡിനേറ്ററായ ഫാദർ സെബാസ്റ്റ്യൻ തയ്യിൽ മഹാതീർത്ഥാടനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെയും ബിഷപ്പ് മാർ സ്റ്റീഫൻ ചുരപ്പണത്ത് പിതാവിനെയും വിശിഷ്ടാതിഥികളെയും വിശ്വാസി സമൂഹത്തെയും സ്വാഗതം ചെയ്തു. തുടർന്ന് പാസ്റ്ററൽ കോർഡിനേറ്ററായ ഫാദർ തോമസ് പാപ്പിള്ളിൽ MST തീർത്ഥാടനം വിജയകരമാക്കുന്നതിനായി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. മഹാതീർത്ഥാടനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത് ഫാദർ സെബാസ്റ്റ്യൻ തയ്യിലും ഫാദർ തോമസ് പ്ലാപ്പിള്ളിൽ MSTയുമായിരുന്നു. തീർത്ഥാടനത്തിൽ യൂറോപ്പിലെ സീറോ മലബാർ സഭയുടെ കോർഡിനേറ്റർ ജനറലായ ഫാദർ ക്ലെമൻ ചുരയത്ത് പടത്തിപ്പറമ്പിൽ സന്നിഹിതനായിരുന്നു. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെയും അതുപോലെ സ്വിറ്റ്സർലൻഡിലെ വിവിധ കാന്റണുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെയും സാന്നിധ്യവും നേതൃത്വവും ഈ മഹാതീർത്ഥാടനത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഓരോ പ്രവാസിയും മിഷണറിയാണ്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹവും സാന്നിധ്യവും പ്രതിഫലിപ്പിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം. ഓരോ സീറോ മലബാർ സഭാംഗവും ക്രിസ്തുവിന്റെ സാക്ഷിയും മിഷണറിയുമാണെന്ന് തട്ടിൽ പിതാവ് തന്റെ പ്രസംഗത്തിൽ പങ്കുവച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളെ പ്രത്യേകം ആദരിച്ചു. വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരുമിച്ചെത്തിയ കുട്ടികൾ ആലപിച്ച ഭക്തിഗാനം തീർത്ഥാടകരുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച സുവിശേഷ അധിഷ്ഠിതമായ ടാബ്ലോയും ശ്രദ്ധേയമായി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുകയും സഭയുടെ ഭാവി പ്രത്യാശകളായി അവരെ വിശേഷിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഭക്തജനങ്ങൾ ഒന്നിച്ച് ആശ്രമത്തിലെ പ്രശസ്തമായ ബ്ലാക്ക് മഡോണ ചാപ്പലിലേക്ക് നീങ്ങുകയും മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. മരിയൻ ഗാനങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് ആശ്രമ സമുച്ചയത്തിന് മുന്നിൽ ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടന്നു. ശുശ്രൂഷകൾക്ക് ശേഷം നടന്ന സ്നേഹവിരുന്നിൽ മേജർ ആർച്ച് ബിഷപ്പും മറ്റു അതിഥികളും വിശ്വാസികളുമായി നേരിട്ട് സംബന്ധിക്കുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ജൂലൈയിൽ നടക്കാനിരിക്കുന്ന യൂത്ത് അവേക്കനിംഗ് പ്രോഗ്രാമിന്റെ ഔദ്യോഗിക ഫ്ലയർ പ്രകാശനം ഈ ചടങ്ങിൽ വെച്ച് നിർവഹിക്കപ്പെട്ടു. അടുത്ത വർഷം തീർത്ഥാടനം മെയ് 30 ഞായറാഴ്ച ഇതേ സ്ഥലത്ത് വെച്ച് നടക്കുമെന്ന് പ്രഖ്യാപിച്ച ചടങ്ങിൽ ഇതിനായി സഹകരിച്ച എല്ലാവർക്കും മേജർ ആർച്ച് ബിഷപ്പ് നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ സീറോ മലബാർ സഭയുടെ ഭാവിയും പിതാവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണ്? സീറോ മലബാർ യൂറോപ്പിലെ പ്രത്യേകിച്ച് യൂറോപ്പിലെ സീറോ മലബാർ സമൂഹത്തെക്കുറിച്ച്. സീറോ മലബാർ സഭയ്ക്ക് 50 ലക്ഷം ആളുണ്ട്. അതിൽ 13 രൂപതകൾ മാത്രമേ കേരളത്തിലുള്ളൂ. ബാക്കി എല്ലാം കേരളത്തിന് പുറത്താണ്. 4 രൂപതകൾ ഇന്ത്യക്ക് പുറത്താണ്. അപ്പം അതുകൊണ്ട് സീറോ മലബാർ സഭ ഒരു കേരള സഭയാണെന്ന് മാത്രം ധരിക്കുന്നത് തെറ്റാണ്. സീറോ മലബാർ സഭയുടെ ചക്രവാളങ്ങൾ കേരളത്തിന് പുറത്തേക്കാണ്. അതുകൊണ്ട് തന്നെ മൈഗ്രൻസിനൊക്കെ ഒരച്ഛൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മിഷണറിയാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാശുണ്ടാക്കി പോയി എന്നാ പറയാ. അത് പാടില്ല. നിങ്ങൾ അൽമായർ പോയാലും നിങ്ങൾ മൈഗ്രൻസ് ആണ്, നിങ്ങൾ മിഷണറിമാരാണ്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ മൈഗ്രൻസിനോട് എനിക്ക് പറയാനുള്ളത്, you shall do your profession as a means to profess your faith.